കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴിമുട്ടയ്ക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തി. ഒരു മുട്ടയ്ക്ക് 2 പൈസ പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ ഉത്തരവ്. സർക്കാർ ഉത്തരവിനെതിരെ കൊല്ലം ചെക്ക് പോസ്റ്റിൽ പ്രതിഷേധം. 2024 മുതലാണ് മുട്ടയ്ക്ക് ആദ്യമായിട്ടാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. അതിന് മുമ്പില്ലായിരുന്നു. അതാ ഓർഡറിലുള്ളത്. നിങ്ങൾ രണ്ട് മൂന്ന് തവണ നിങ്ങൾക്ക് വാണിംഗ് തന്ന് നിങ്ങൾക്ക് ഓർഡർ അയച്ചു തന്ന് തമിഴ് പത്രങ്ങൾ ഉൾപ്പെടെ ഈ സാധനം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഞങ്ങളെ 31 കണ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? ഓഗസ്റ്റ് 1 തീയതി മുതലാണ് മുട്ടയ്ക്ക് 2 പൈസ വീതം ഈടാക്കാനുള്ള പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനം മൃഗസംരക്ഷണ വകുപ്പ് ഏർപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ തെന്മലയിലുള്ള ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ തടഞ്ഞത്. ആ സമയത്താണ് പ്രതിഷേധവുമായി ഈ മുട്ടയുമായി എത്തിയ ലോറിയുടെ ജീവനക്കാർ പ്രതിഷേധിച്ചത്. അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ല. മാത്രമല്ല 2000-വും 3000-വും ഒക്കെ തന്നെ മുട്ടയായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പൈസ ഈ ഡ്രൈവർമാരുടെ കൈവശം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഓർഡർ നേരത്തെ തന്നെ അറിയിച്ച ശേഷം മാത്രമേ ഇങ്ങനെയൊരു ഉത്തരവ് നടപ്പാക്കാവുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ ലോറി ഉടമകളുടെ മുട്ട വിതരണക്കാരുടെ ആവശ്യം. എന്നാൽ നേരത്തെ തന്നെ തമിഴ് പത്രങ്ങളിലടക്കം ഇത് സംബന്ധിച്ച വാർത്ത നൽകിയതാണ്. ഇതിനെ സംബന്ധിച്ച ഓർഡർ നേരത്തെ നാമക്കലടക്കമുള്ള മൊത്തത്തിൽ മുട്ട വിതരണം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയിച്ചിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇനി പൈസ അടച്ചെങ്കിൽ മാത്രമേ മുട്ട സംസ്ഥാനത്തെ കയറ്റിവിടൂ എന്നുള്ള തീരുമാനത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പുള്ളത്. സംസ്ഥാനത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ 19 ചെക്ക് പോസ്റ്റുകളിലും ഈ നിയമം നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ശരി, കണ്ണൻ നായർ വിവരങ്ങൾ നൽകിയത്.